BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. കൗമാരക്കാർ മുതൽ കോളേജ് വിദ്യാർത്ഥികൾ വരെ നീളുന്ന 130ഓളം പേരാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ എറണാകുളം ജില്ലയിൽ ലഹരിയുമായി പിടിയിലായത്. പോലീസും എക്സൈസും നടത്തിയ പരിശോധനകളിലാണ് ഇവർ കുടുങ്ങിയത്. ഇക്കൂട്ടത്തിൽ യുവതികളും അന്തർ സംസ്ഥാനക്കാരും ഏറെയുണ്ട്. നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴി ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിയവരുമുണ്ട്. സംസ്ഥാനത്ത് ലഹരി അധിഷ്ഠിത അതിക്രമങ്ങൾ വ്യാപകമായതോടെയാണ് പരിശോധന ശക്തമാക്കാൻ സർക്കാർ ഇരുവകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയത്. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയാണ് ഇക്കൂട്ടത്തിൽ സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമായത്. ഡാൻസ് ഓഫ് നടത്തിയ പരിശോധനയിലാണ് ഹോസ്റ്റലിൽ നിന്ന് വൻതോതിൽ ലഹരി പിടിച്ചെടുത്തത്. സംഭവത്തിൽ 8 പേർ പിടിയിലായിട്ടുണ്ട്. കഞ്ചാവ് കേസിൽ പ്രതികളാക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയത്തെ ചൊല്ലി വിവാദം കത്തിയതോടെ സംഭവം സംസ്ഥാന തലത്തിലും ചർച്ചയായി. SFIയും KSUവും അവരുടെ മാതൃസംഘടനകളും ആരോപണ പ്രത്യാരോപണങ്ങളുമായി രംഗത്ത് വന്നു. എന്നാൽ എല്ലാ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകളുമായി ബന്ധമുള്ളവരും പ്രതിപട്ടികയിൽ വന്നതോടെ വിവാദം തണുത്തു. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസിന്റെ ഭാഷ്യം. ജില്ലയിൽ ഗ്രാമനഗര ഭേദമന്യേ ലഹരി മാഫിയ സജീവമാണെന്നാണ് പിടികൂടിയ പ്രതികളിൽ നിന്നും വ്യക്തമാകുന്നത്. കൊച്ചി നഗരത്തിന് പുറമെ ഫോർട്ട് കൊച്ചി, കളമശ്ശേരി, ആലുവ, അങ്കമാലി, പറവൂർ, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, കോതമംഗലം, കുന്നത്തുനാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നെല്ലാം കഴിഞ്ഞ ഒരു മാസത്തിനിടെ ലഹരിയുമായി പ്രതികൾ വലയിലായിട്ടുണ്ട്. ഇങ്ങനെ പിടികൂടിയവരുടെ കൂട്ടത്തിൽ 2 കൗമാരക്കാരും കിഴക്കൻ മേഖലയിലെ ഒരു കോളേജിലെ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നുണ്ട്. വീടുകളും താമസ സ്ഥലങ്ങളും കേന്ദ്രീകരിച്ച് ലഹരി പാർട്ടികൾ നടത്തുമ്പോഴാണ് ഇവർ വലയിലായത്. ഇതോടൊപ്പം പല മേഖലകളിലും നാട്ടുകാർ തന്നെ ലഹരി മാഫിയയെക്കുറിച്ച് വിവരം പോലീസിനും എക്സൈസിനും കൈമാറുന്നുണ്ട്. ഇതുവഴിയും പ്രതികൾ വലയിലാകുന്നുണ്ട്. പരിശോധനകൾ തുടരുമ്പോഴും അന്തർ സംസ്ഥാനങ്ങളിൽ നിന്ന് ജില്ലയിലേക്ക് ലഹരി ഒഴുകുന്നതായാണ് അധികൃതരുടെ വിലയിരുത്തൽ. സംസ്ഥാനത്ത് തന്നെ അന്തർ സംസ്ഥാനക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ലയെന്ന നിലയിലാണിത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ലഹരിയുമായി പിടിയിലായവരിൽ 20ഓളം പേർ അന്തർ സംസ്ഥാനക്കാരാണ്. ഇക്കൂട്ടത്തിൽ തന്നെ ഒഡീഷ, ബംഗാൾ, അസം സ്വദേശികളാണ് കൂടുതൽ. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഹരി വസ്തുക്കൾ വലിയ രീതിയിൽ എത്തിച്ച് ചെറുപൊതുകളിലാക്കി ആവശ്യക്കാർക്ക് എത്തിക്കുകയാണ് ഇവരുടെ രീതി. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കാനാണ് അധികൃതരുടെ തീരുമാനം. പെരുമ്പാവൂരിൽ ഭാര്യ ഭർത്താവിന്റെ സ്വകാര്യ ഭാഗത്ത് തിളച്ച എണ്ണയൊഴിച്ചു. ജനനേന്ദ്രിയത്തിൽ പൊള്ളലേറ്റ ഭർത്താവിന്റെ നില ഗുരുതരമാണ്. ഇയാളെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പെരുമ്പാവൂർ കണ്ടത്തറ സ്വദേശിക്കാണ് പരിക്കേറ്റത്. ഭർത്താവിന്റെ ഫോണിൽ മുൻ കാമുകിക്കൊപ്പമുള്ള ഫോട്ടോ കണ്ടതാണ് ഭാര്യയുടെ ആക്രമണത്തിന് വഴിവെച്ചത്. മുൻ കാമുകിയുടെ ഫോട്ടോയും സന്ദേശങ്ങളും കണ്ടതോടെ ഭർത്താവും ഭാര്യയും തമ്മിൽ വാക്കുതർക്കം നടക്കുകയും പിന്നാലെ ഭർത്താവിന്റെ സ്വകാര്യ ഭാഗത്ത് ഭാര്യ തിളച്ച എണ്ണ ഒഴിക്കുകയുമായിരുന്നു. 2 കൈയിലും നെഞ്ചിലും പുറത്തും തുടകളിലും സ്വകാര്യ ഭാഗത്തുമാണ് പൊള്ളലേറ്റത്. ഭർത്താവിന്റെ പരാതിയിൽ മാറമ്പള്ളി സ്വദേശിനിക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി ഇന്നലെ പെരുമ്പാവൂർ പോലീസ് കേസെടുത്തു. രാവിലെ മുറിയിൽ കിടക്കുകയായിരുന്ന യുവാവിന്റെ നേരെ തിളച്ച വെള്ളവും വെളിച്ചെണ്ണയും ചേർന്ന മിശ്രിതം ഒഴിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്. അതേസമയം യുവതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. എറണാകുളം ജില്ലയിലെ ആതുര സ്ഥാപനങ്ങളിലേക്ക് വീൽ ചെയറുകൾ എത്തിച്ച നടൻ മമ്മൂട്ടി. സംസ്ഥാനത്തുടനീളം തെരഞ്ഞെടുക്കപ്പെട്ട ആതുര സ്ഥാപനങ്ങൾക്കായി വീൽ ചെയറുകൾ വിതരണം ചെയ്യുന്ന കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി എറണാകുളം ജില്ലാതല വീൽ ചെയർ വിതരണത്തിന്റെ ഉദ്ഘാടനം ഫോർട്ട് കൊച്ചിയിൽ നടന്നു. ഫോർട്ട് കൊച്ചിയിലെ സെന്റ് ജോസഫ് വെബ്സ് ഹോമിലാണ് വീൽ ചെയർ വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നത്. കെയർ ആൻഡ് ഷെയറിന്റെ വീൽ ചെയർ വിതരണ ചടങ്ങ് എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണർ P. രാജ്കുമാർ ഉദ്ഘാടനം ചെയ്തു. നടൻ മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരെ ചേർന്ന് നിർത്തുന്ന അദ്ദേഹത്തിന്റെ മനസ്സ് എല്ലാവർക്കും മാതൃകയാണ്. അദ്ദേഹം വഴി ജീവിതപാതയിലേക്ക് തിരിച്ചുവരുന്ന നിരവധി പേരെ നേരിട്ടറിയാം. തുടർന്ന് മമ്മൂട്ടിയുടെ ഇത്തരത്തിലുള്ള പദ്ധതികൾ പങ്കാളിയാകുന്നത് തനിക്ക് അഭിമാനകരമാണെന്നും അസിസ്റ്റന്റ് കമ്മീഷണർ കൂട്ടിച്ചേർത്തു. കെയർ ആൻഡ് ഷെയർ മാനേജിംഗ് ഡയറക്ടർ ഫാദർ തോമസ് കുര്യൻ മരൂട്ടിപ്പുഴ ചടങ്ങിന്റെ അധ്യക്ഷത വഹിച്ചു. കേരള ഓർഫനേജ് ആൻഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അസോസിയേഷൻ എറണാകുളം ജില്ലാ സെക്രട്ടറി PK അബ്ദുൾ റഹീം, രാജഗിരി ആശുപത്രി ഡെപ്യൂട്ടി ജനറൽ മാനേജർ ജോസ് പോൾ തുടങ്ങിയവർ സംസാരിച്ചു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. ചാലക്കുടി പുഴയിലെ പൂവത്തുശ്ശേരി ഭാഗത്തെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ചിറ പുതുക്കിപ്പണിയാൻ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. പദ്ധതിയുടെ ഭാഗമായുള്ള മണ്ണ് പരിശോധനയ്ക്ക് മറ്റും അനുമതി ലഭിച്ചു. പൂവത്തുശ്ശേരി, പാറക്കടവ്, കൊച്ചുകടവ്, എരവത്തൂർ പ്രദേശങ്ങളിലെ 1000ഓളം ഏക്കർ പാടശേഖരം 3 കൃഷിക്ക് യോഗ്യമാക്കുന്നതാണ് പൂവത്തുശ്ശേരി ചിറ നവീകരണ പദ്ധതി. നിലവിലുള്ള ചിറയുടെ ഒരു ഭാഗം നീക്കം ചെയ്ത് ഒരു വലിയ ഷട്ടറും അതിനു മുകളിൽ പാലവും നിർമ്മിക്കുന്നതാണ് പദ്ധതി. ഇതിനു പുറമെ മഴ മൂലമുണ്ടാകുന്ന വെള്ളക്കെട്ട് വലിയ മോട്ടോറുകൾ ഉപയോഗിച്ച് ചാലക്കുടി പുഴയിലേക്ക് പമ്പ് ചെയ്യുകയും ചെയ്യും. ഇതോടെ പ്രദേശത്തെ വെള്ളക്കെട്ട്
വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതോടെ കാലവർഷകാലത്ത് കൃഷി മുടങ്ങുന്നത് ഒഴിവാക്കാം. ചിറ നവീകരിക്കുന്നത് 7 പതിറ്റാണ്ടിലേറെ കാലത്തെ കർഷകരുടെയും പ്രദേശത്തെ ജനങ്ങളുടെയും ആവശ്യമായിരുന്നു. വെള്ളക്കെട്ട് മൂലം പല കർഷകരും ഇവിടെ കൃഷി ഉപേക്ഷിച്ച് മടങ്ങിയിരുന്നു. ചിറയ്ക്കിടയിലുള്ള ചെറിയ പൈപ്പ് വഴി മഴവെള്ളം ഒഴുകിപ്പോകാത്ത അവസ്ഥ വന്നതോടെ വർഷത്തിൽ കുറഞ്ഞത് 2 പ്രാവശ്യമെങ്കിലും പ്രദേശത്തെ ജനങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ കുടിയൊഴിഞ്ഞു പോകേണ്ട അവസ്ഥയായിരുന്നു. ദിവസങ്ങളോളം തുടർന്ന് ഇവർക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയേണ്ടതായും വരുന്നുണ്ട്. പദ്ധതിയുടെ മണ്ണ് പരിശോധനയ്ക്ക് മറ്റുമായി 3 ലക്ഷം രൂപയാണ് ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയർ അനുവദിച്ചത്. RJD സംസ്ഥാന സെക്രട്ടറി ജെയ്സൺ പാനിക്കുളങ്ങരയും മറ്റും ചേർന്ന് മന്ത്രി P. രാജീവിന് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പണം അനുവദിച്ചത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.